മാസപ്പടി കേസിൽ പിണറായി സർക്കാർ മകൾക്ക് വേണ്ടി 1600 കോടിയുടെ വഴിവിട്ട സഹായം ചെയ്തു. വിജിലൻസ് കേസെടുക്കാൻ സാധ്യത. 2019 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്തപ്പോൾ നിയമവിരുദ്ധമായി മാറിയ KREMLന് അനുവദിച്ച ഖനനം തുടരാൻ മൗനസമ്മതം നൽകിയത് പിണറായി സർക്കാരോ? കേന്ദ്ര ഭേദഗതി വന്ന് 4 വർഷത്തോളം സംസ്ഥാന സർക്കാർ റദ്ദാക്കൽ ഉത്തരവ് വൈകിച്ച ഈ കാലയളവിലാണ് CMRL വലിയ രീതിയിൽ വാണിജ്യ പ്രവർത്തനം നടത്തിയത്. വീണ വിജയന് കിട്ടിയ പണത്തിന് നൽകിയ സേവനം എന്താണ് എന്നിവിടെ വിലയിരുത്തുന്നത് ഇങ്ങനെ: മോണസൈറ്റ് അടങ്ങിയ തീരദേശ നിക്ഷേപങ്ങളുടെ ഖനനത്തിന് കേന്ദ്ര സർക്കാർ 2019 കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ 4 വർഷത്തോളം താമസിച്ചത് എന്തിന്? കാലതാമസം വരുത്തിയെന്ന് ഇതിനോടകം തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. 1600 കോടിയിലധികം വരുന്ന അഴിമതി. ഇതിന് സൗകര്യം ഒരുക്കിയത് പിണറായി സർക്കാരാണ് എന്ന് രേഖകൾ കാണിക്കുന്നു. അതായത് വീണ വിജയന് കിട്ടിയ പണത്തിന് നൽകിയ സേവനം എന്താണ് എന്ന് വ്യക്തമായി വെളിപ്പെടുന്ന രേഖകൾ. കമ്പനിയുടെ വാർഷിക കണക്കുകൾ പരിശോധിച്ചാൽ 2020-2021 239 കോടി, 2021-22 290 കോടി, 2022-23 444 കോടി, 2023-24 300 കോടി. ഈ 4 വർഷത്തിനിടെ CMRL നടത്തിയ മൊത്തം ബിസിനസ് 1500 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ എക്സാലോജിക്കും വീണ വിജയനും CMRL നിന്ന് ഏകദേശം 1.72 കോടി രൂപ കൈപ്പറ്റിയതായി ആദായ നികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ തുക ഏകദേശം 2.73 കോടി രൂപയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആലുവ എടയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CMRL രാജ്യത്തെ ഏറ്റവും വലിയ സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാതാക്കളും സംസ്ഥാനത്തെ പ്രമുഖ ധാതു സംസ്കരണ കമ്പനിയുമാണ്. സിന്തറ്റിക് റൂട്ടൈൽ, ഫെറിക് ക്ലോറൈഡ് എന്നിവ ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ എത്തിക്കുന്ന കമ്പനിക്ക് 100 കണക്കിന് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുണ്ട്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ച രേഖകൾ പ്രകാരം വിവാദ കാലയളവിൽ കമ്പനിയുടെ വാർഷിക വിറ്റുവരവ് 400 കോടി രൂപ കടന്നിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇത് 444 കോടി രൂപയിൽ എത്തി. ഇതിൽ വലിയൊരു പങ്ക് കയറ്റുമതിയിലൂടെ ലഭിച്ചതാണ്. സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിന് കമ്പനിക്ക് പ്രതിവർഷം 1 ലക്ഷം മെട്രിക് ടണ്ണോളം ഇൽമനൈറ്റ് ആവശ്യമുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനു വേണ്ടി 2001 CMRLന്റെ പങ്കാളിത്തത്തോടെ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി രൂപീകരിക്കുകയായിരുന്നു. തീരദേശ മേഖലയിൽ നിന്ന് ദീർഘകാലത്തേക്ക് ധാതുക്കൾ ലഭ്യമാക്കുകയായിരുന്നു. തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ വൻതോതിൽ തീരദേശ ഭൂമി വാങ്ങിയ കമ്പനി കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ മോണസൈറ്റ് അടങ്ങിയ തീരങ്ങളിൽ നിന്ന് കരിമണൽ ഖനനം നടത്തുന്നതിനായി 2004 ഖനനാനുമതി സ്വന്തമാക്കി. ഖനനവുമായി ബന്ധപ്പെട്ട് കൃത്യം 29 അപേക്ഷകളാണ് കമ്പനി സംസ്ഥാന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് സമർപ്പിച്ചത്. എന്നാൽ സ്വകാര്യ ഖനനത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് 2004-ലും 2010-ലും അധികാരത്തിലിരുന്ന സർക്കാരുകൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചതോടെ പദ്ധതി നീണ്ട നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങി. സർക്കാർ തീരുമാനങ്ങളെ കമ്പനി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലുകൾ 2016 ഒക്ടോബറിൽ സുപ്രീം കോടതി തള്ളി. തുടർന്ന് 1ാം പിണറായി സർക്കാർ അധികാരമേറ്റ അതേ കാലയളവിലാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ ഖനന പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. എന്നാൽ 2019 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്തതോടെ കരിമണൽ ഖനനം സർക്കാർ കമ്പനികൾക്ക് മാത്രമായി. തീരദേശത്തെ കരിമണലിൽ ആണവധാതുക്കളുടെ സാന്നിധ്യം 0.75% കൂടുതലാണ് എങ്കിൽ അത്തരം മേഖലകളിലെ ഖനനാനുമതി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഉടമസ്ഥതയിലുള്ള കോർപ്പറേഷനുകൾക്കോ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നതായിരുന്നു കേന്ദ്ര ഭേദഗതി. ഇതോടെ KREMLന് അനുവദിച്ച ഖനനം 2019 മുതൽ നിയമവിരുദ്ധമായി. സ്വകാര്യ കമ്പനിയായതിനാൽ അവർക്ക് ഖനനം തുടരാനോ CMRLന് അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനോ നിയമപരമായി സാധിക്കുമായിരുന്നില്ല. കേന്ദ്ര നിയമ ഭേദഗതി വന്നതിനാൽ ഖനനം നിർത്താൻ 2019 മാർച്ചിൽ കേന്ദ്ര ഖനി മന്ത്രാലയവും തൊട്ടുപിന്നാലെ ഏപ്രിലിൽ സംസ്ഥാന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറും സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ തന്നെ KREMLന്റെ ഖനനാനുമതിയും അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും റദ്ദാക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. തുടർച്ചയായ പരാതികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര നിയമം പ്രാബല്യത്തിൽ വന്ന 4 വർഷത്തിലേറെ കഴിഞ്ഞ ശേഷം 2023 ഡിസംബർ 18-നാണ് KREMLന്റെ ഖനന ലൈസൻസുകൾ റദ്ദാക്കി വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡും മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. എക്സാലോജിക് കമ്പനി CMRLന് യാതൊരു സേവനവും നൽകിയതായി തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും കരാർ
പ്രകാരം പ്രതിമാസ പേയ്മെന്റുകൾ കൃത്യമായി നൽകിയിരുന്നതായി MD ശശിധരൻ കർത്ത ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന് സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ ബാങ്കുകൾ വഴി നടത്തിയ സുതാര്യമായ വാണിജ്യ ഇടപാടുകളാണിത് എന്നും തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് വീണ വിജയനും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത്. SFIO അന്വേഷണവും ഹർജികളും നിലവിൽ കോടതികളുടെ പരിഗണനയിലാണ്. അതിനിടെ ഈ ആഴ്ച CMRL ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ED നടത്തിയ റെയ്ഡുകൾ കരിമണൽ ഖനന നിരോധനവും ലൈസൻസ് റദ്ദാക്കുന്നതിൽ സർക്കാരിനുണ്ടായ കാലതാമസവും ഇതേ കാലയളവിൽ എക്സാലോജിലേക്ക് ഒഴുകിയ പണവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഇതാണ് അഴിമതി കേസുകളിൽ കോടതികൾ നോക്കുന്ന ക്വിഡ് പോക്കോ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണ്ട ഗുരുതരമായ കുറ്റമാണിതെന്ന് മുതിർന്ന IPS ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും ഉപദേശിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർബാൻസ്.